നമസ്കാരം. ട്രൂ ലെൻസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് വൈത്തിരി ഗ്രാമപഞ്ചായത്തിലാണ്. ഞായറാഴ്ചയാണ്. സ്ഥാനാർത്ഥി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ്. ഏതായാലും 6-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KK തോമസ് ആണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിയോട് ചേരുകയാണ്. എങ്ങനെയുണ്ട് ഒരു വോട്ടർമാരുടെ പ്രതികരണം? എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് വൈത്തിരി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെന്ന രീതിയിലുള്ള ഒരു മേൽക്കൈ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇതെൻ്റെ ജന്മനാളാണ്. ഞാൻ മുൻപ് മത്സരിച്ച 2 തവണയും മറ്റൊരു വാർഡിലായിരുന്നു. ഇവിടെ ഒരു ആദ്യമായ ഒരു അവസരം കിട്ടി. ജനം നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ വാർഡുകൾക്കും ഒരുപോലെ പരിഗണന കൊടുത്ത് വികസനത്തിൽ വൈത്തിരി ഒന്നിച്ച് മുന്നേറണമെന്നുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മൾ വെച്ചത്. അപ്പോൾ വൈത്തിരിയിൽ പഞ്ചായത്ത് കൊടുത്ത വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടെല്ലാം ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള വികസനം ഇവിടെ സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ജനം ചോദിച്ചത്. അവരുടെ മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച വാർഡിൽ ഏതാണ്ട് 11,27,00,000 രൂപയുടെ വികസന പ്രവർത്തനം അവിടെ ചെയ്തു. അത് പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 2.5 കോടിയോളം രൂപയാണ് ചെലവഴിച്ചതെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള, റവന്യൂ മന്ത്രി അടക്കമുള്ള അത്തരത്തിൽ സർക്കാരിൽ നിന്നുള്ള ഫണ്ടാണ് ഏറെയും എൻ്റെ വാർഡിനെ സംബന്ധിച്ച് വിനിയോഗിച്ചത്. അപ്പോൾ അത് ഈ വാർഡിൽ, എൻ്റെ നാട്ടിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അത് ജനത്തിനുമുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വലിയ ആത്മവിശ്വാസത്തിലാണ് ജനം മുഴുവനുള്ളത്. കയറുന്ന വീടുകളിലെല്ലാം അത്തരമൊരു സ്വീകാര്യതയാണുള്ളത്. ഏതായാലും സ്വന്തം നാട്ടിലാണ് മത്സരിക്കുന്നത്. ജനവിധി അനുകൂലമാകുന്ന ഒരു പ്രതീക്ഷ തന്നെ ഉണ്ട്. 25 വർഷക്കാലമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ LDF ആണ്. ഇത്തവണയും ഭരണം ഉണ്ടാകും. തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം തുടർ ഭരണത്തിൻ്റെ എല്ലാ സവിശേഷതയും അനുഭവിച്ച ജനമാണ് ഇവിടെയുള്ളത്. കാരണം നമ്മുടെ മേപ്പാടി പഞ്ചായത്തൊക്കെ പരിശോധിച്ചാൽ അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. മേപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം നമുക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം നടക്കുന്ന 2 പഞ്ചായത്തുകളാണ് മേപ്പാടിയും വൈത്തിരി. മേപ്പാടി പഞ്ചായത്തിൽ ഒരു 1.5 വർഷത്തിനിടയിൽ 9 പേരെയാണ് ആന ആക്രമിച്ച് കൊല്ലപ്പെട്ടത്. എന്നാൽ വൈത്തിരി പഞ്ചായത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല. ഒരാൾക്ക് നേരെ, കുഞ്ഞിരാമേട്ടൻ എന്ന് പറയുന്ന തൈലക്കുന്നുള്ള ഒരു മനുഷ്യന് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടതെന്നുള്ളത് ഈ ജനം കണ്ടതാണ്. അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് എന്ന് ഇവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ്സുകാർക്ക് പോലും പറയാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ഇവിടെ വികസനം മാറിയിട്ടുണ്ട്. ഇടതുപക്ഷം അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ കോവിഡിൻ്റെതായുള്ള കാലത്താണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ധാരാളമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് ആളുകൾ ഭയപ്പെട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവരെ ആത്മവിശ്വാസം കൊടുത്ത് പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള സാംസ്കാരിക പരിപാടികൾ അടക്കം നടത്തി ഒരു ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് റോഡും പാലവും കുടിവെള്ളത്തിനും അപ്പുറം ജനത്തെ ചേർത്ത് പിടിക്കുന്ന പരിപാടികൾ കൂടി ഏറ്റെടുക്കാൻ കഴിയും. വൈത്തിരി ഫെസ്റ്റൊക്കെ അതിൻ്റെ ഒരു മാതൃകയാണ്. വൈത്തിരി ഫെസ്റ്റ് നടത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കൂട്ടിയിണക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടങ്ങൾക്കാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റി വൈത്തിരി ഫെസ്റ്റിൻ്റെ പരിപാടി നടത്തി. വലിയ ജനപങ്കാളിത്തമായിരുന്നു. അപ്പോൾ തുടർഭരണം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ വികസനത്തിന് സാധ്യത കൊടുക്കുന്നതാണ്. ഈ തവണയും ഞങ്ങൾ വിശ്വസിക്കുന്നത് 15 വാർഡിലും വളരെ പ്രധാനപ്പെട്ട 15 വാർഡുകളിലും നമുക്ക് വിജയിച്ചാൽ വരാൻ കഴിയും. ബ്ലോക്ക് ജില്ലയും ഈ തവണ ബ്ലോക്കിന് പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന വിജേഷ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തും നമുക്ക് ഭരണം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരും ചേരുകയാണ്. എത്രത്തോളമുണ്ട് LDFൻ്റെ ഒരു പ്രതീക്ഷകൾ ഈ വാർഡിൽ? ഇവിടെ LDFന് വെച്ചാൽ 100% പ്രതീക്ഷ തന്നെയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഇതിന് മേലാണ് ഞങ്ങൾക്ക് ഈ വാർഡ് നഷ്ടപ്പെട്ടത്. അതെന്തായാലും ശരി, ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്തായാലും വൈത്തിരി ഗ്രാമപഞ്ചായത്ത് 25 വർഷമായി തുടർഭരണം നടത്തുന്നത്. ആ തുടർഭരണം ഈ വർഷവും 30-ാം വർഷത്തിലേക്കും അതുപോലെ പോകും. അതിന് ഞങ്ങളുടെ 6-ാം വാർഡിൽ നിന്ന് സഖാവ് KK തോമസ് ഇവിടുത്തെ മെമ്പറായിട്ട് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവും. ആ ഉറപ്പ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ, വോട്ടർമാർ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. എല്ലാവരുടെയും നല്ല സഹകരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഏതായാലും ഞായറാഴ്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രവർത്തകരാണ് KK തോമസിന് വോട്ടഭ്യർത്ഥിക്കാനായി പോകുന്നത്. ഏതായാലും അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ ഏതായാലും വലിയ വിജയപ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. LDFന് മികച്ച മാർജിനിൽ ഈ 6-ാം വാർഡ് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇക്കുറിയും തുടരാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം KK തോമസ് സ്ഥാനാർത്ഥി KK തോമസും അതോടൊപ്പം LDF പ്രവർത്തകരും അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്.